രാവണന് ശ്രീരാമനോട് പൊരുതാനായിട്ട്. രഥത്തിന് തന്നെ ഉണ്ട് ഒരു പ്രത്യേകത. 16 ചക്രങ്ങളുണ്ട്. പിശാചിന്റെ മുഖമുള്ള ഭീകര കഴുതകളെയാണ് പൂട്ടിയിരിക്കുന്നത്. വേഗതയോടെ പെട്ടെന്നുള്ള വരവ് കണ്ടപ്പോൾ വാനരപ്പട പേടിച്ചു. ഹനുമാൻ മുന്നേറി മുഷ്ടി ചുരുട്ടി ഇടിച്ചു. പ്രഹരമേറ്റ് രാവണൻ ക്ഷീണിച്ചു. രാവണനും മുഷ്ടിയുദ്ധത്തിൽ മോശക്കാരനല്ല. ഹനുമാനും കിട്ടി കണക്കിന്. ഹനുമാൻ അഗ്നിവർണ്ണനെയും അംഗദൻ സർവരോമനെയും നളൻ ഖഡ്ഗരോമനെയും നീലൻ വൃശ്ചികരോമനെയും വധിച്ചു. ശ്രീരാമനും രാവണനും തമ്മിൽ ശരങ്ങൾ വർഷിച്ചു. രാവണൻ രഥത്തിലും ശ്രീരാമൻ നിലത്തിലും നിന്ന് യുദ്ധം ചെയ്യുന്നു. യുദ്ധനീതിക്ക് വിരുദ്ധമാണിത്. ഇന്ദ്രൻ മാധലിയെ തൻ്റെ രഥം കൊടുത്തുവിട്ടു. മാധലി ശ്രീരാമന്റെ അടുത്ത് വന്നു വണങ്ങി വിവരം അറിയിച്ചു. ശ്രീരാമൻ ഇന്ദ്രന്റെ രഥത്തിൽ കയറി യുദ്ധം തുടങ്ങി. പച്ച നിറമുള്ള കുതിരകൾ പൂട്ടിയ ദിവ്യരഥം. ഇന്ദ്രകവചവും വാളും എല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. രഥത്തിലുണ്ട്. രാമരാവണ യുദ്ധം. രാവണന്റെ ആഗ്നേയാസ്ത്രത്തെ ആഗ്നേയാസ്ത്രം കൊണ്ടും ഭൈവാസ്ത്രത്തെ ഭൈവാസ്ത്രം കൊണ്ടും തടുത്തു. രാവണൻ ഘോരമായ രാക്ഷസാസ്ത്രം പ്രയോഗിച്ചു. ശരങ്ങൾ വിഷപ്പാമ്പുകളായി തീർന്ന് രാമന് ചുറ്റും വീണു. ചുറ്റും സർപ്പങ്ങൾ തിങ്ങി നിറഞ്ഞപ്പോൾ രാമൻ ഗരുഡാസ്ത്രം അയച്ചു. സർപ്പങ്ങളെ വിഴുങ്ങുന്ന ഗരുഡന്മാർ നിറഞ്ഞു. രാവണൻ ശ്രീരാമന്റെ സാരഥി മാധലിയെ മുറിവേൽപ്പിച്ചു. രഥധ്വജം തകർത്തു. കുതിരകൾക്ക് മുറിവേറ്റു. പെട്ടെന്ന് ശ്രീരാമൻ ലോകാന്തകനായ കാലനെ പോലെ മുന്നോട്ട് കുതിച്ചു. ഇന്ദ്രാസ്ത്രമെടുത്ത് രാവണന്റെ ശിരസ് അരിഞ്ഞു വീഴ്ത്തി. എന്തൊരത്ഭുതം! വീണ്ടും തലകൾ കാണപ്പെടുന്നു. തുരുതുരെ മുറിക്കപ്പെടുന്നു. ജീവനാശമില്ല. ദിവ്യായുധങ്ങൾ ദിവ്യാസ്ത്രങ്ങൾ എല്ലാം പ്രയോഗിച്ചു. ഫലമില്ല. വിഭീഷണന് ഓർമ്മ വന്നു. പണ്ട് രാവണന് ബ്രഹ്മാവ് കൊടുത്ത വരം. കയ്യുകൾ മുറിച്ചാലും തലകൾ അറുത്താലും അവ വീണ്ടും മുളച്ചു വരും. അതിന് കാരണം നാഭിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു ദിവ്യ അമൃതാണ്. അതുകൊണ്ട് നാഭിയിലേക്ക് ആഗ്നേയാസ്ത്രം അയച്ച് അമൃത് ഇല്ലാതാക്കണം. വിഭീഷണൻ ശ്രീരാമനെ വിവരമറിയിച്ചു. രാവണന്റെ നാഭിയിലേക്ക് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. തലകളും ബാഹുക്കളും വെട്ടി. ഭീകര ശിരസുകൾ അപ്രത്യക്ഷമായി. രാവണന് സാധാരണ രാക്ഷസ രൂപം ലഭിച്ചു. ഒറ്റ തലയും 2 കൈകളും. രാവണന് വിഭീഷണനോടുള്ള വൈര്യം വർദ്ധിച്ചു. തൻ്റെ രഹസ്യങ്ങൾ അവൻ ശത്രുവിന് വെളിപ്പെടുത്തിയിരിക്കുന്നു. മഹാശക്തിയെടുത്ത് വിഭീഷണന് നേരെ അയച്ചു. തന്നെ സഹായിച്ച സുഹൃത്തിന് അപകടമുണ്ടാവരുത്. ശ്രീരാമൻ ആ മഹാശക്തിയെ അമ്പെയ്ത് വീഴ്ത്തി. ഇന്ദ്രൻ പലതവണ മാധലിയോടൊപ്പം രാവണനു നേരെ യുദ്ധം ചെയ്തിട്ടുള്ളതാണ്. ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ രാവണനെ വധിക്കാൻ കഴിയൂ. മാധലി അക്കാര്യം ശ്രീരാമനെ ഓർമ്മപ്പെടുത്തി. ശ്രീരാമൻ ബ്രഹ്മാസ്ത്ര മന്ത്രം ജപിച്ച് രാവണന്റെ ഹൃദയം ലക്ഷ്യമാക്കി അയച്ചു. രാവണന്റെ നെഞ്ചു പിളർന്നു. രാവണൻ കൊല്ലപ്പെട്ടു. ധർമ്മം ജയിച്ചു. അധർമ്മം തോറ്റു. ദേവവാദ്യം മുഴങ്ങി. അവർ പൂമാരി ചൊരിഞ്ഞു. എല്ലാവരും ശ്രീരാമനെ സ്തുതിച്ചു. രാവണന്റെ ഉടലിൽ നിന്ന് ഉയർന്നു വന്ന ദിവ്യ ജ്യോതിസ് ശ്രീരാമനിൽ ലയിച്ചു. രാവണൻ സായുജ്യം നേടി. രാവണവധം കഴിഞ്ഞ് ശ്രീരാമൻ എല്ലാവരോടുമായി പറഞ്ഞു, തൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല രാവണൻ കൊല്ലപ്പെട്ടത്. അതിൻ്റെ പിന്നിൽ ഹനുമാനും സുഗ്രീവനും ലക്ഷ്മണനും വിഭീഷണനും അംഗദനും ജാമ്പവാനുമൊക്കെയുണ്ട്. ശ്രീരാമന്റെ ഹൃദയവിശാലത കണ്ടോ? സഹവർത്തികളുടെ കഴിവിനെ മാനിക്കുന്നു. രാവണൻ ദുഷ്ടനാണെങ്കിലും സ്വന്തം ജ്യേഷ്ഠനാണ്. സ്വന്തം സഹോദരനല്ലേ മരിച്ചു കിടക്കുന്നത്. ഇനി ജ്യേഷ്ഠനു വേണ്ടി ഒന്നേ ചെയ്യാനുള്ളൂ, ശേഷക്രിയ. വിഭീഷണൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മൃതദേഹത്തിനരികെ ഇരുന്നു. മണ്ഡോദരിയും മറ്റു ഭാര്യമാരും രാവണന്റെ മൃതദേഹത്തിൽ വീണ് മുറവിളി കൂട്ടി. വിഭീഷണൻ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ശ്രീരാമന്റെ ആജ്ഞയനുസരിച്ച് വിഭീഷണൻ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്തു. വിഭീഷണൻ ലങ്കയിലെ രാജാവായി. വിഭീഷണന്റെ അനുവാദത്തോടെ ഹനുമാൻ ലങ്കയിൽ ചെന്ന് സീതാദേവിയെ വിവരങ്ങളെല്ലാം അറിയിച്ചു.
സീത സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. സീത കുളിച്ച് പട്ടുവസ്ത്രങ്ങളുടുത്ത് ശ്രീരാമന്റെ അടുത്തെത്തി. വാനരന്മാർക്ക് സീതയെ കാണാൻ തിരക്കായി. അവർ സീതയെ കണ്ടിട്ടില്ല, കേട്ടറിവ് മാത്രമേയുള്ളൂ. ഉന്തും തള്ളും ബഹളവുമായി. സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വിഭീഷണൻ കാവൽക്കാരെ നിയോഗിച്ചു. അവർ തിരക്ക് നിയന്ത്രിക്കാൻ വാനരന്മാരെ അടിച്ചൊതുക്കി. അത് ശ്രീരാമന് ഇഷ്ടമായില്ല. ശ്രീരാമൻ അത് പറയുകയും ചെയ്തു. സീതയെ കണ്ടെത്താൻ രാപ്പകലില്ലാതെ ബുദ്ധിമുട്ടിയതാണവർ. അവർ ദേവിയെ ഇഷ്ടം പോലെ കണ്ടുകൊള്ളട്ടെ, ആരും നിയന്ത്രിക്കണ്ട. എല്ലാവരും സീതയെ കണ്ടു വണങ്ങി. സീത പരിശുദ്ധയാണെന്ന് ലോകരെ ബോധ്യപ്പെടുത്തണം. രാക്ഷസന്മാരുടെ ഇടയിൽ കഴിഞ്ഞവളാണ്. ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ടത് തൻ്റെ കടമയാണ്. ലക്ഷ്മണൻ തീകുണ്ഡം ഉണ്ടാക്കി അഗ്നി ജ്വലിച്ചു. സീത ഭക്തിപൂർവം രാമനെ വലം വെച്ചു. എല്ലാവരും നോക്കി നിൽക്കെ അഗ്നിയിൽ പ്രവേശിച്ചു. അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. വനത്തിലുണ്ടായിരുന്ന അതേ സീതയെ ഒരു പോറൽ പോലും ഏൽക്കാതെ ശ്രീരാമന് സമർപ്പിച്ചു. നിഷ്കളങ്കയായ സീതയെ ശ്രീരാമൻ സ്വീകരിച്ചു. സീതാരാമ സംഗമം കണ്ട് എല്ലാവരും പാടി സ്തുതിച്ചു. ദേവലോകത്തു നിന്ന് ദേവേന്ദ്രൻ പോലും എത്തിയിരിക്കുന്നു. ശ്രീരാമന്റെ ആജ്ഞയനുസരിച്ച് ദേവേന്ദ്രൻ രാമരാവണ യുദ്ധത്തിൽ മരിച്ച വാനരന്മാരെയെല്ലാം അമൃത് വർഷിച്ച് ജീവിപ്പിച്ചു. എന്നാൽ അവിടെ കിടന്നിരുന്ന രാക്ഷസന്മാർ ഉണർന്നില്ല. എന്തുകൊണ്ട്? വിഭീഷണൻ ശ്രീരാമനോട് ചോദിച്ചു. തൻ്റെ ശരമേറ്റ് അവർ ഉയിർ വെടിഞ്ഞവരാണ്. ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ടതില്ല. അവർക്ക് മോക്ഷം കിട്ടിക്കഴിഞ്ഞു. ആകാശത്തു നിന്ന് ദിവ്യ വിമാനത്തിൽ ശിവനും പാർവതിയും സീതാരാമ സംഗമം കാണാൻ എത്തിയിരുന്നു. കൂടെ ദശരഥനുമുണ്ട്. മക്കളെ കാണാൻ ദശരഥനെ രാമലക്ഷ്മണന്മാർ ഭക്തിയോടെ വണങ്ങി. രാമനെ വാരിപ്പുണർന്നുകൊണ്ട് ദശരഥൻ അരുളി ചെയ്തു. സംസാര ദുഃഖത്തിൽ നിന്ന് താൻ മോചിതനായിരിക്കുന്നു. രാജാഭിഷേകം കാണാൻ അയോധ്യയിലെത്താമെന്ന് അരുളി ചെയ്തു. പരമശിവൻ യാത്രയായി. കൂടെ ദശരഥനും. വിഭീഷണൻ തൻ്റെ ആഗ്രഹം അറിയിച്ചു. എല്ലാവരും ഒരു ദിവസം ലങ്കയിൽ താമസിക്കണം. പിറ്റേന്ന് അയോധ്യയിലേക്ക് മടങ്ങാവൂ. പക്ഷേ ശ്രീരാമനുണ്ടോ അതിന് വഴങ്ങുന്നു? അനുജൻ ഭരതൻ തൻ്റെ വരവും കാത്ത് അയോധ്യയിൽ കാത്തിരിക്കുകയാണ്. താൻ താമസിച്ചു പോയാൽ അവൻ ജീവൻ ഒടുക്കും. സുഗ്രീവൻ തുടങ്ങിയ ജ്യേഷ്ഠന്മാരെ അയക്കാം. അവരെ പൂജിച്ച് സന്തോഷിപ്പിക്കുക. അപ്പോൾ ഞാനും പൂജിതനായി. വിഭീഷണൻ വാനര ശ്രേഷ്ഠന്മാർക്ക് പാരിതോഷികം നൽകി. മറ്റുള്ളവർക്ക് പാലും തേനും പഴങ്ങളും മറ്റു പ്രിയപ്പെട്ട ഭക്ഷണങ്ങളും നൽകി സൽക്കരിച്ചു. എല്ലാവരും യാത്ര പിരിഞ്ഞു. സുഗ്രീവനും വിഭീഷണനും ശ്രീരാമന്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ശ്രീരാമ പട്ടാഭിഷേകത്തിൽ പങ്കെടുക്കണം. ശ്രീരാമന്റെ അമ്മയെ കണ്ട് വണങ്ങണം. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ശ്രീരാമൻ സമ്മതിച്ചു. പുഷ്പക വിമാനം പറന്നു വന്നു. എല്ലാവരും അയോധ്യയിലേക്ക് പുറപ്പെട്ടു. വിമാനത്തിലെ യാത്രക്കിടയിൽ ശ്രീരാമൻ സീതയ്ക്ക് ഓരോ സ്ഥലങ്ങൾ കാട്ടിക്കൊടുത്തു. ത്രികൂടഗിരിയുടെ നെറുകയിലുള്ള ലങ്ക, രാവണൻ, കുംഭകർണൻ, ഇന്ദ്രജിത്ത് എന്നിവർ മരിച്ചു വീണ സ്ഥലം, അനേകം പേരുടെ മാംസവും ചോരയും തളം കെട്ടി നിൽക്കുന്ന പോർക്കളം, ലങ്കയിലേക്ക് കടക്കാൻ കെട്ടിയ ചിറയും, രാമേശ്വരത്ത് താൻ പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രം, അങ്ങനെ പഞ്ചവടി വരെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തു. അതിനിടയ്ക്ക് കിഷ്കിന്ധിയിലെത്തിയപ്പോൾ വിമാനം നിർത്തി. താര മുതലായ വനിതകളെ കൂടി അതിൽ കയറ്റി. സീത അവരോട് കുശലം പറഞ്ഞ് പരിചയപ്പെട്ട സ്ഥലങ്ങളിലെ കഥകളോർത്ത് വിസ്മയം പൂണ്ടിരുന്നു. അതാ ഭരദ്വാജാശ്രമം. പരിപാവനമായ ആ പുണ്യഭൂമിയിലേക്ക് എല്ലാവരും ഇറങ്ങി. മഹർഷിയെ വണങ്ങി കുശലം പറഞ്ഞു. ശ്രീരാമൻ അയോധ്യ വിട്ടിട്ട് 14 വർഷം കഴിഞ്ഞു. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്! എന്തൊക്കെ വർത്തമാനങ്ങളാണ് അറിയുവാനുള്ളത്! ഭരതനും ശത്രുഘ്നനും സുഖം തന്നെയല്ലേ? അമ്മമാർ അവിടെ തന്നെ ഇല്ലേ? വിശേഷം വല്ലതുമുണ്ടോ? അയോധ്യയിലെ പ്രജകൾക്ക് ക്ഷേമമല്ലേ? ചോദ്യങ്ങൾക്കെല്ലാം മഹർഷി ഉത്തരം പറഞ്ഞു. ഭരതൻ വ്രതനിഷ്ഠയോടെ ജ്യേഷ്ഠനെ കാത്തിരിക്കുകയാണ്. അയോധ്യ രാജ്യം ശ്രീരാമന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ച് മെതിയടികൾ പൂജിച്ച് കഴിയുന്നു. മഹർഷിയുടെ ആഗ്രഹപ്രകാരം എല്ലാവരും അന്ന് ആശ്രമത്തിൽ താമസിക്കാൻ തീരുമാനിച്ചു. പക്ഷേ താൻ മടങ്ങി വന്ന വിവരം ഭരതനെ അറിയിക്കാൻ താമസിച്ചുകൂടാ. ശ്രീരാമൻ ഹനുമാനെ ചട്ടം കെട്ടി. താനും ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണനും അടക്കം വലിയൊരു സംഘം ഭരദ്വാജാശ്രമത്തിൽ എത്തിയിട്ടുണ്ട്.
വിവരം അറിയിക്കണം. നാളെ അയോധ്യയിലെത്തും. സരയൂ നദി കടന്ന് ഹനുമാൻ നന്ദിഗ്രാമത്തിൽ വന്നു. മനുഷ്യരൂപം ധരിച്ച് ഭരതന്റെ അടുത്തെത്തി വിവരങ്ങൾ പറഞ്ഞു. ഭരതൻ സന്തോഷാശ്രു പൊഴിച്ച് ഹനുമാനെ കെട്ടിപ്പിടിച്ചു. എന്തു ചെയ്യണം? ശുഭവാർത്ത അറിയിച്ച ഹനുമാന് എന്തു പ്രതിഫലം നൽകണം? എന്തു നൽകിയാലും അധികമല്ല. 14 വർഷത്തെ കഥകളുണ്ട് കേൾക്കാൻ. ഹനുമാൻ കഥകൾ ചുരുക്കി ഭരതനെ പറഞ്ഞു കേൾപ്പിച്ചു.